രാവിലെ തന്നെ ചോറിനുള്ള തീ കൂട്ടി വെച്ചു. അടുക്കളയിലാണ് നിൽക്കുന്നത്. എന്തുണ്ടാക്കും നാളെ പലഹാരം എന്ന് രാവിലെ തന്നെ ആലോചിച്ച് ഇങ്ങനെ നിന്നു. അപ്പോൾ തോന്നി എന്തായാലും നേരം വെളുത്തിട്ട് ആലോചിക്കാന്ന്. പക്ഷേ നേരം വെളുത്തിട്ട് ആലോചിച്ചത് വലിയ വിഡിത്തായി പോയി. പാത്രം നോക്കിയപ്പോൾ അതിൽ പൊടിയില്ല, പൊടി കുറച്ചേ ഉള്ളൂ. എന്ത് ചെയ്യും? തല പുകഞ്ഞ് ആലോചിച്ചു. ഇത്രേ കുറച്ചേ ഉള്ളൂ, ചോറ് രാവിലെ കൊടുത്താരും കഴിക്കൂല. അപ്പം ഞാൻ ഉള്ള പൊടിയൊക്കെ എടുത്തിട്ടോ, തികയില്ല, ഒരു ഗ്ലാസ്സും തികയില്ല. അപ്പോൾ ഈ പാത്രം നമുക്ക് കൊണ്ടുപോയിട്ട് കഴുകിയേക്കാം. അന്ന് രാവിലെ തന്നെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടായിരുന്നോ? നല്ല മഴ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയ്യുന്നുണ്ട്. അപ്പോൾ പൊടിയൊന്നും ഇല്ലാതായപ്പോഴാണ് ഓർമ്മ വന്നത്. കുട്ടികൾ എപ്പോഴും പറയലുണ്ട് അമൃതം പൊടി കൊണ്ട് അമ്മ പുട്ടുണ്ടാക്കി തരുമെന്ന്. അപ്പോൾ ഈ അരിപ്പൊടിയിൽ അമൃതം പൊടി ഇട്ടിട്ട് 2 ഗ്ലാസ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തു. അവരെന്തെങ്കിലും കഴിച്ചാൽ ചോറ് ഞാൻ രാവിലെ കഴിക്കാമെന്നുള്ള ചിന്തയിൽ കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ തീ നേരത്തെ കൂട്ടിയതിന് ഒരു കാരണമുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ തൊട്ടടുത്ത അംഗൻവാടിയിൽ ഓണസദ്യയാണ്. അപ്പോൾ ഓണസദ്യ ആയതുകൊണ്ട് ഇന്ന് ചോറ് വെക്കണത് ഞങ്ങളുടെ വീട്ടിലാണ്. അപ്പം ഞങ്ങളുടെ ചോറ് ആദ്യം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അംഗൻവാടിക്കുള്ള ചോറ് വയ്ക്കുക. നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ അവിടെ ഓണാഘോഷം പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അമ്മയ്ക്ക് പോവുകയും ചെയ്യാം. ഇപ്പോൾ സ്വത്തുനിന്ന് ഉച്ചയ്ക്ക് വരും സ്കൂളിലിട്ട്. അവൾക്ക് ഉച്ച വരെയുള്ള എക്സാം. അമൃതം പൊടി അരിപ്പൊടിയിലിട്ടാൽ ഞാൻ അത് കട്ട പിടിക്കുന്നതാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ കട്ട പിടിക്കാതെ തന്നെ പറ്റണുണ്ട് നേരെ കുഴയ്ക്കാൻ. അപ്പോൾ പപ്പടം കൂടി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വിചാരിച്ചു. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് പപ്പടം പുട്ടും. ഞങ്ങളുടെ മെയിൻ അതന്നെ ആയിരിക്കും. പിന്നെ കടലക്കറി വല്ലപ്പോഴും. ഇതെന്താ ഈ പുട്ടും കുറ്റിയുടെ ആവി പോണത് കൊണ്ട് പുറത്തു കൂടെയാണല്ലോ. പണിയായാണാവോ? ആവി പോണത് കാണാനില്ലല്ലോ, ഒരു രക്ഷയില്ല. അപ്പം ചെറുതായിട്ട് പോണുണ്ട് കേട്ടോ ആവി. എന്താപ്പം കറി ഉണ്ടാക്കുക? പരിപ്പിട്ടിട്ട് വെള്ളത്തിൽ ഉണ്ടാക്കുക. എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കണ്ടേ? പുട്ടിലേക്ക് തേങ്ങയൊക്കെ ചിരകി വെച്ചത് ആവി മോളിൽ കൂടെയും ചെറുതായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ആവുമെന്ന് വിചാരിക്കുക. പിന്നെ മഴ പെയ്തിട്ട് ഇവിടെയൊക്കെ സൈഡിലൊക്കെ ചളി കുത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അമ്മ അങ്ങനെ ചൂലുകൊണ്ട് ഇങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ബീട്രൂട്ട് എന്തായാലും ഉണ്ട്. അപ്പോൾ ഉപ്പേരിയുടെ കാര്യത്തിലൊരു തീരുമാനമായി. മക്കളൊക്കെ ഇടണ്ട കാരണം ഉണ്ണിമോളെ പോയിട്ട് വിളിക്കാട്ടെ. ഉണ്ണിമോളെ, ഈ ബെഡൊക്കെ മടക്കി വെച്ചിട്ട് താഴത്ത് കിടക്കണേ. ഉണ്ണിമോളെ, ഉണ്ണിമോളെ എന്ത്? അതാ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാക്കിയപ്പോൾ ഉണ്ണിമോളെ ബെഡുമ്പോൾ കാണാൻ. ഉണ്ണിമോള് തേട്ടാ നിലത്ത്. ചേച്ചി പൂക്കളുടെ ഒന്നും മനസ്സിലായില്ല വെച്ചിട്ട് വിചാരിക്കണ്ട കേട്ടോ. അവളെ ചേച്ചി പൂക്കളിടാൻ വേണ്ടിയിട്ട് അവളെ വിളിച്ചതാ അത്രേ. അതിനാണ് ഉണ്ണിമോള് എടുത്ത് വീണെടുക്കണേ. ഉണ്ണിമോള് എണീറ്റാ? നീ എണീക്ക്. തലയിലൊന്ന് എണ്ണ തേക്കണം, പല്ല് തേക്കുക, കുളിക്കുക. അപ്പൊ പൂക്കളിടാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? എണീറ്റാ? എനിക്ക് അമ്മ പിടിക്കുന്നുണ്ട്. ഇല്ല, അമ്മയുടെ കൈമ വെള്ളമൊന്നും ഇല്ല. അതുകൊണ്ടൊക്കെ വെള്ളമില്ലേ? എന്നാ ഉണ്ണിമോളെ എത്തിക്ക്. എണീക്ക്, എണീക്ക്. അയ്യോ, 7:30 ഇപ്പൊ തന്നെ ആവാനായി കേട്ടോ. ബീട്രൂട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. ഇതാണ് എളുപ്പം. ഒരു 2 വിസിൽ വന്നാൽ പിന്നെ അതാണ്ട് വെന്ത് കിട്ടുമല്ലോ. അപ്പം നമ്മളെ മീൻ ഉണ്ടായിരുന്നു, ആ മീൻ ഉണക്കലാണ് കേട്ടോ. അത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പുട്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. അമ്മ അരിയൊക്കെ കൊണ്ടുപോയിട്ട് കഴുകിയിട്ട് കൊണ്ടിടാൻ പോകുന്നുണ്ട്. എന്നാൽ നമുക്ക് ഉപ്പേരി വറുത്തിടാം കേട്ടോ. ഉണ്ണിമോളൊക്കെ കുളിക്കാനും ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. അത്തപ്പൂക്കളിടാൻ പുട്ടുണ്ടാക്കിയാൽ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, അത് ഉപ്പേരിയിലിട്ടു. അമ്മ മുറ്റൊക്കെ അടിച്ചൊരിയിട്ട് ചാണകമൊക്കെ മെഴുകി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഉണക്കൽ റെഡിയാക്കി എടുക്കാം. തക്കാളിയും ഉള്ളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കറി വെക്കാമെന്ന് ലാസ്റ്റ് ഒരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അവർ അത്തപ്പൂക്കളം ഇട്ട് തുടങ്ങി. രണ്ടാളും ചായയൊക്കെ കുടിച്ചിട്ട് സ്കൂളിൽ പോയിട്ടോ. ഇതാണ് അത്തപ്പൂക്കളം. പൂക്കൾ കിട്ടണ പോലെയൊക്കെ ശേഖരിച്ചു. അങ്ങനെ പൂക്കളൊക്കെ അവർ അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ ചായ കുടിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോയി. നമ്മുടെ പണി ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ.